ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിരിയാണിക്കും നെയ്ച്ചോറിനും സ്പെഷ്യൽ റൈസിനൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. സിമ്പിളാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടിട്ടോ. ഇതിന് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്ക് ടൈം കളയാതെ ഈ ബിരിയാണി ചമ്മന്തിയുടെ റെസിപ്പി നോക്കിയാലോ. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇതിലിപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങയാണ്. പിന്നെ സെയിം അളവിൽ മല്ലി പുതിനയില, ഞാൻ 1/2 ടീസ്പൂൺ മല്ലിയിൽ 1/2 ടീസ്പൂൺ പുതിനയിലാണ് എടുത്തത്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് അവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് മല്ലി പുതിനയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വരാം. ഇതുപോലെ തരിതരിപ്പായിട്ട് ഗ്രൈൻഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിനെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ചമ്മന്തിയുടെ പാകത്തിലാണ് അരക്കേണ്ടത്, ഓവറായിട്ട് ഗ്രൈൻഡായി പോരുത്. ഇനി ഇതിലോട്ടേക്ക് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് ഗ്രൈൻഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു പാകത്തിലാണ് ഗ്രൈൻഡ് ആവേണ്ടത്. ഇതിനെ ഞാനൊരു ബൗളിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്, നമ്മുടെ ബിരിയാണി ചമ്മന്തിയുടെ മെയിൻ ടേസ്റ്റാണ് ഈ നാരങ്ങാനീര്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാരങ്ങാനീര് എല്ലായിടത്തും എത്തണേ. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു ബോൾ ഷേപ്പ് ആക്കിയിട്ട് ഉരുട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ, വെറുതെ ആണേ. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണിക്ക് മാത്രമല്ല, എല്ലാ സ്പെഷ്യൽ റൈസിനും ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് ഇഷ്ടമായാലും വീഡിയോ കണ്ടും ലൈക്ക് ചെയ്തും സബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.